ിലേക്ക് കടക്കുന്നില്ല. സുഹൃത്തുക്കളെ, നോമ്പുകാരൻ ഇതെല്ലാം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധ ചെലുത്താതെ പോകുന്ന ഒരു വിഷയം നമ്മളെ നാവ് കൊണ്ട് നോമ്പ് മുറിക്കുന്നതാണ്. എല്ലാവർക്കും അറിയാം, ഒട്ടകത്തിന്റെ മാംസം നല്ല ഇറച്ചിയാണ്, നല്ല മാംസമാണ്. ആട്ടിറച്ചി വളരെ നല്ലതാ, എന്നായിരിക്കും കുഴപ്പമില്ല. നല്ല ആട്ടിന്റെ ഇറച്ചി തിന്നാൻ നോമ്പ് മുറിഞ്ഞു, അർത്ഥം തന്നെ. ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നാലും നോമ്പ്, എന്നാലും ഒരിക്കലും അറക്കാനും പറ്റില്ല, അർത്ഥം തിന്നാനും പറ്റാത്ത സാധനമാണ് മനുഷ്യൻ. മനുഷ്യന്റെ ഇറച്ചി തിന്നാ പിന്നെ പറയണോ? അതുകൊണ്ട് ഗീബത്ത് പറയുന്നവൻ മനുഷ്യന്റെ ഇറച്ചി തിന്നുന്നവനാണ്. ആ മനുഷ്യന്റെ ഇറച്ചി തിന്നുന്നവൻ, മനുഷ്യന്റെ മാംസം കഴിക്കുന്നവൻ, അവന്റെ നോമ്പ് മുറിഞ്ഞു പോയി എന്ന് പറഞ്ഞാലോ കർമ്മശാസ്ത്രപരമായ നിലക്കുള്ള മുറിയലല്ല, ആത്മീയമായ നിലക്ക് പറഞ്ഞാൽ നോമ്പ് മുറിഞ്ഞുപോയി, അവന്റെ നോമ്പിന് ഒരു പ്രതിഫലവുമില്ല. ഇതുപോലെ നോമ്പും നോറ്റ് കള്ളം പറഞ്ഞാൽ, വാക്ക് ലംഘിച്ചാൽ, നോമ്പും നോറ്റിട്ട് അനാവശ്യം സംസാരിച്ചാൽ, നോമ്പ് നോറ്റിട്ട് പരിഹസിച്ചാൽ, നോമ്പ് നോറ്റിട്ട് വേറൊരുത്തനെ കളിയാക്കിയാൽ നോമ്പ് മുറിഞ്ഞുപോയി, നോമ്പിന്റെ പ്രതിഫലം മുഴുവനും നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഒരിക്കലും തന്നെ നോമ്പെടുത്ത ഒരു മനുഷ്യൻ ഞാൻ അതാ രാവിലെ സുബ്ഹി മുതൽക്ക് മഗ്രിബ് വരെ ഒരു പ്രധാനപ്പെട്ട ഇബാദത്തിലാണ് എന്ന ബോധം അവന്റെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. പൂർണ്ണമായും ഞാനൊരു ഇബാദത്തിലാണെന്ന ബോധത്തോടുകൂടി അല്ലാതെ അവൻ സംസാരിക്കാനേ പാടില്ല. ഇന്ന് വൈകുന്നേരം എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ നല്ല തിരക്കിലാണ്. ഉസ്താദേ എന്റെ കുടുംബക്കാരി എനിക്ക് സിഹിർ ചെയ്തു. കുറേ ദൂരെ ഞാൻ വിളിച്ചത്. അപ്പൊ ഞാൻ ഉടനെ പറഞ്ഞു, നീ അത് ചെയ്ത് നീ കണ്ടിരുന്നോന്ന് ചോദിച്ചു. എന്റെ കുടുംബക്കാരൻ നിങ്ങൾക്ക് സിഹിർ ചെയ്ത് നീ കണ്ടിരുന്നോന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ ഉടനെ പറഞ്ഞു, ഉസ്താദേ ഞാൻ നിങ്ങളെ വാതിന് വന്നിരുന്നു എന്നാണ് പിന്നെ പറയും. അവന് വാതിന് വന്നല്ല, അവിടെ കണ്ട റിപ്പോർട്ട് വന്നല്ല ചോദിച്ച്. ഞാനിപ്പോ ചോദിച്ചത് നിങ്ങളെ കുടുംബക്കാരൻ നിങ്ങൾക്ക് സിഹിർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിരുന്നു എന്നാ ചോദിച്ചു. അതിന്റെ മറുപടി വരാമെന്നല്ല. അപ്പൊ ഇയാൾ എനിക്ക് റൂമിന്റെ ഉള്ളിൽ നിന്ന് സാധനം കിട്ടിയിരിക്കുന്നു. ഞാൻ ചോദിച്ചു, റൂമിന്റെ ഉള്ളിൽ നിന്ന് സാധനം കിട്ടിയിരിക്കുമെന്നല്ലല്ലോ ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചത് നിങ്ങളെ കുടുംബക്കാരൻ നിങ്ങൾക്ക് സിഹിർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിരുന്നോ എന്നാ ചോദിച്ചത് എന്ന് പറഞ്ഞു. അവസാനം അയാൾ പറഞ്ഞു കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഉറപ്പ് ഞാൻ ഒരിക്കലും അയാൾ പറഞ്ഞു കണ്ടു എന്ന് പറഞ്ഞു. കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ പറഞ്ഞു കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജനങ്ങൾ അയാൾ ഒരു മോശക്കാരനൊന്നുമല്ല. മോശക്കാരനാണെങ്കിൽ ഒരു മുസ്ലിയാർ എന്നുള്ള, ഞാൻ ആൾ നന്നായാലും പിടക്കായാലും ഇനി ഒരു മുസ്ലിയാർ എന്നുള്ള അയാൾക്ക് റമദാൻ മാസത്തിൽ വേറെക്കല്ലേ അയാൾ വിളിച്ച്. അയാൾ മോശക്കാരനൊന്നുമല്ലല്ലോ, അയാൾ ഒരു മോശക്കാരനൊന്നുമല്ലല്ലോ, അയാൾ ദീനീ ബോധമുള്ള ആളൊക്കെ തന്നെ. പക്ഷെ അയാൾ അത് ചിന്തിച്ചിട്ടില്ല. റമദാനിലെ നോമ്പെന്ന് വെച്ചിട്ട് വൈകുന്നേരം മുസ്ലിയാരെ വിളിച്ച് പറയുന്നത് എന്റെ കുടുംബക്കാരൻ എനിക്ക് സിഹിർ ചെയ്തു എന്നാ. യഥാർത്ഥത്തിൽ കണ്ടാൽ തന്നെ പറയാൻ പാടുണ്ടോ? കണ്ടു തന്നെ വെക്കുക എന്നാ പറയാൻ പറ്റുമോ? കണ്ടാൽ അയാളെ വിളിച്ച് ഉപദേശിക്കാൻ നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ആ സിഹിർ ബാത്തിലാക്കാൻ ആവശ്യമായി പണിയെടുക്കുക എന്നല്ലാതെ എന്റെ കുടുംബക്കാരൻ എനിക്ക് സിഹിർ ചെയ്തു എന്ന് വേറെ ഒരാളോട് പറയാൻ പാടില്ല. അത് ഗീബത്തല്ലേ? അയാൾ ഇഷ്ടപ്പെടൂ, ആ കുടുംബക്കാരൻ ഇഷ്ടപ്പെടൂ? അത് വാസ്തവത്തിൽ അയാൾ കണ്ടിട്ടുമില്ല. അയാൾ അതിന്റെ എന്തോ ഒരു സാധനം കിട്ടിയപ്പോൾ കുടുംബക്കാരനായിരിക്കും എന്ന് കണക്കാക്കി അങ്ങോട്ട് പാസ്സാക്കിയതാണ്. ഇങ്ങനെയായാൽ പിന്നെ നോമ്പെടുത്തിട്ടെന്താ കാര്യം? അതുകൊണ്ട് പറയട്ടെ, ഒരൊറ്റ മനുഷ്യനെയും കുറ്റം പറയാൻ പാടില്ല, ആരെയും പഴിക്കാൻ പാടില്ല, ഒരു കളവും പറയാൻ പാടില്ല. നോമ്പുകാരന് ഓർമ്മിക്കണം, ഞാനൊരു ഇബാദത്തിലാണ്. നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ ഹലാലായ സംസാരം തന്നെ നിർത്തിവെക്കുന്നില്ലേ? ഹലാലായ സംസാരം തന്നെ നിസ്കാരത്തിൽ നിർത്തിയില്ലേ? അതുകൊണ്ട് ഇത് വിൽക്കുവോ കൊള്ളുവോ ഒന്നും ചോദിക്കൂലല്ലോ നിസ്കാരത്തിൽ. എന്നാൽ ഇത് ഹറാമായ സംസാരമല്ലേ? കളവ് പറയൽ ഹറാമല്ലേ? കുറ്റം പറയൽ ഹറാമല്ലേ? പരിഹസിക്കൽ ഹറാമല്ലേ? അതുകൊണ്ട് നന്നായി ഓർത്തോളണം. ചില മുതഅല്ലിമീങ്ങൾ പള്ളിയിൽ ഉറുദിക്ക് വരും. ഏതോ ഒരു നാട്ടിൽ നിന്നൊരു ഉറുദിക്ക് വന്ന മുതഅല്ലിമിനെ ചിലപ്പോൾ ആ നാട്ടിലുള്ള ആള് ചിലപ്പോൾ മുതഅല്ലിമീങ്ങളെ നന്നായി സ്നേഹിക്കുന്ന ആള് തന്നെ ആയിരിക്കും. പക്ഷേ ഈ മുസ്ലിയാരെ ഒന്ന് കശക്കാൻ വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിക്കും.
മുതഅല്ലിമീങ്ങളെ കശക്കാൻ വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിക്കും. ചിലപ്പോൾ മറുപടി കേട്ടാൽ നീ പൊട്ടിച്ചിരിക്കും, നീ പരിഹസിക്കും. നിന്റെ നോമ്പ് നഷ്ടപ്പെടുന്നത് നീ അറിയുന്നില്ല. നിന്നോട് ആ മുതഅല്ലിമിനെ പരീക്ഷിക്കാൻ പറഞ്ഞിട്ടില്ല, നിന്നോട് അവനോട് ചോദ്യം ചെയ്ത് പരിഹസിക്കാൻ പറഞ്ഞിട്ടില്ല. ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. ഒരാളും ആരെയും കളിയാക്കല്ലേ, പരിഹസിക്കല്ലേ. നീ പരിഹസിക്കുന്നതാരെയാണോ ആ പരിഹസിക്കപ്പെടുന്നവൻ നിന്നേക്കാൾ ഖൈറായിരിക്കും. ഞാൻ പറയട്ടെ, ഇന്നെന്നെ ഒരു മുസ്ലിയാര് വിളിച്ച മുസ്ലിയാർ ഒരു മുദരിസാണ്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, നമ്മളുടെ സജീവ പ്രവർത്തകന്മാര് തന്നെ, നമ്മളുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകര് തന്നെ, സുന്നത്ത് ജമാഅത്തിനോട് ആദരവും സ്നേഹവും ഉള്ളവര് തന്നെ, ആലിമീങ്ങളോട് മതിപ്പും കൂറുമുള്ളവര് തന്നെ, സംഘന്മാരെ ആദരിക്കുന്നവര് തന്നെ, അവരവരെ നാട്ടിൽ നിന്നൊരു മുതഅല്ലിം ഒരു ദഅവാ കോളേജിലേക്ക് പോയാൽ, അല്ലെങ്കിൽ ഒരു ദർസിലേക്ക് പോയാൽ, ഒരു ശരീഅത്ത് കോളേജിലേക്ക് പോയാൽ, നേരത്തെ ഒന്നിച്ചവര് SSFന്റെയോ SBSന്റെയോ പ്രവർത്തനം നടത്തിയവരായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനം നടത്തിയവരായിരിക്കും. ആ പ്രവർത്തനം നടത്തിയ കൂട്ടത്തിൽ ഒരു കുട്ടി മുതഅല്ലിമാകാൻ വേണ്ടി പോയിട്ട് റമദാനിലോ ഒഴിവ് സമയത്തോ അവൻ തിരിച്ചു വരുമ്പോൾ ഒരു നല്ല വെള്ളക്കുപ്പായവും ധരിച്ച്, ഒരു ജുബ്ബക്കുപ്പായവും ഇട്ട്, അവൻ തൊപ്പിയോ തലേക്കെട്ടോ ധരിച്ച് കൂട്ടത്തിൽ ചെല്ലുമ്പോൾ ഈ സുന്നി കുട്ടികൾ തന്നെ ഈ മുതഅല്ലിമിനെ പരിഹസിക്കുന്നതിനാൽ, സുയിപ്പാക്കുന്നതിനാൽ, നീ വലിയ മൗലാനായി പോയില്ലേ, അതേ ഞമ്മക്കറിഞ്ഞൂടെ നിന്നെ, ഇങ്ങനത്തെ ചിലതൊക്കെ ചോദിച്ച് പരിഹസിക്കുന്നതിനാൽ ഈ മുതഅല്ലിമീങ്ങൾ ഈ വെള്ള ഷർട്ട് മാറ്റിവെക്കുന്നു, തലപ്പാവ് മാറ്റിവെക്കുന്നു, ദർസിനോട് തന്നെ അവർക്ക് മടുപ്പ് വരുന്നു, കോളേജിൽ പോകുന്നത് നിർത്തുന്നു. അവരെ ഇൽമിന്, അവർ പഠിക്കുന്ന ഇൽമിന് എടങ്കോല് വെച്ച നീ പടച്ചവന്റെ അടുക്കൽ ഏത് ശിക്ഷക്കാണ് പാത്രമാവുകയെന്നറിയൂല കേട്ടോ. നിന്റെ പരിഹാസമാണ്, നിന്റെ ആ ചോദ്യമാണ് ആ ചെറിയ കുട്ടിയെ ഇൽമ പഠിക്കുന്നതിൽ നിന്ന് മാറ്റിക്കളഞ്ഞത്. അതിന് നീ പൂർണ്ണ ഉത്തരവാദിയാണ് കേട്ടോ. അതിന് പകരം നിനക്കെന്ത് സുഖമുണ്ട്? അങ്ങനെ ഒരു മുതഅല്ലിം വെള്ള വസ്ത്രവും ധരിച്ച് വെള്ളക്കുപ്പായവും ധരിച്ചു നിന്റെ നാട്ടിലേക്ക് വരുമ്പോ അൽഹംദുലില്ലാ, നിനക്കെങ്കിലും ഇതിന് ഭാഗ്യമുണ്ടായല്ലോ, എനിക്കതിന് ഭാഗ്യം കിട്ടിയില്ലല്ലോ. നിന്റെ ബാപ്പാക്ക് അങ്ങനെ തോന്നിയല്ലോ, നിനക്കൊരു ആലിമാകാൻ വേണ്ടി പോകാൻ കഴിഞ്ഞല്ലോ. അതുകൊണ്ട് എന്റെ കാര്യത്തിൽ നീയും പ്രാർത്ഥിക്കണേ എന്നാ മുതഅല്ലിമിനോട് പറഞ്ഞാൽ ആ മുതഅല്ലിമിന് എന്തൊരാവേശമുണ്ടാകും, എന്തൊരാഗ്രഹമുണ്ടാകും, എത്ര പ്രോത്സാഹനമാകും അവന് ഇൽമു പഠിക്കാൻ, ആലിമാകാൻ. നീ ഒരു പക്ഷേ ദുരുദ്ദേശമൊന്നും വെച്ചിട്ടുണ്ടാവില്ല, നീ വെറുതെ ഒരു സുയിപ്പെന്ന നിനക്ക് പറഞ്ഞതായിരിക്കാം. അതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതാണ് കേട്ടോ. ഇതൊന്നും ഞാൻ കള്ളം പറയല്ല. റമദാനിന്റെ രാത്രിയാണ്. ലയാലിഹി അൻവറു മിനൽ അയ്യാം വഅയ്യാമുഹു മുതഹറത്തും മിൻ ദനസിൽ ആസാം. റമദാനിന്റെ ഖുതുബയിൽ മഹാനായ ഇബ്നു നബാത്തുൽ മിസ്രി തങ്ങൾ പറയുന്നുണ്ട്, രാത്രി വളരെ പ്രശോഭിതമായ രാത്രിയാണ്, പകലിനേക്കാൾ പവറാണ് റമദാനിന്റെ രാത്രിക്ക്. ഇത് വലിയ മഹത്വമുള്ള സമയമാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മുടെ ദുആക്ക് ഉത്തരം നൽകട്ടെ. എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം ബക്കറ്റ് കൊണ്ടുവരുമ്പോ. ഞാൻ കളവ് പറയല്ല, ഇന്നൊരു ആലിം എന്നെ വിളിച്ച് പറഞ്ഞതാണ്. ഇതേപോലെ ഇന്ന് തന്നെ വേറൊരു സ്ത്രീ എന്നെ വിളിച്ചു. ആ സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞ വിഷയം എന്താണെന്നറിയോ? എന്റെ മകൻ എവിടെയും പോകുന്നില്ല ഉസ്താദേ വീട്ടിൽ നിന്ന്. എന്ന് ചോദിച്ചാൽ എന്താ? ഓരോ കുട്ടികൾ സ്ലിപ്പാക്കുന്നാ പറയും. എന്നിട്ട് പറയാണ്, അവൻ നിങ്ങളെ ഇന്ന സ്ഥാപനത്തിൽ പഠിച്ചിരുന്നു, ഇപ്പൊ അവിടെയും പോകുന്നില്ല, 6 മാസം പോയിട്ട് പോകുന്നില്ല. എന്താ കാരണം? പറഞ്ഞു അവിടെയുള്ള കുട്ടികൾ സ്ലിപ്പാക്കുന്നു. ഞാൻ എല്ലാവരും സ്ലിപ്പാക്കല ഇവരെ. അപ്പൊ അതേ, ഓൻ ചെല്ലുമ്പോൾ നിന്റെ ചുണ്ടെന്നാ കറുത്തിട്ട് കണ്ണെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് സ്ലിപ്പാക്ക്. ചില കുട്ടികൾ അങ്ങനെ ഉണ്ട്, അവർക്ക് ചെറിയ പരിഹാസം വല്ലാതെ ടെൻഷനാക്കും അവരെ. എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. ചില കുട്ടികൾ ഇങ്ങോട്ട് സ്ലിപ്പാക്കി അതേപോലെ അങ്ങോട്ട് സ്ലിപ്പാക്കി അതങ്ങനെ തന്നെ കഴിച്ചാണ്. എല്ലാ കുട്ടികളും ഒരുപോലെ ആവില്ല. ചില കുട്ടികൾക്ക് തീരെ കളിയാക്കുന്നതും പരിഹസിക്കുന്നതും സഹിക്കാൻ കഴിയാത്ത കുട്ടികളുണ്ടാവും. ഇത് നമുക്ക് മനസ്സിലാവില്ല. ആ കുട്ടിയുടെ പഠനം നിന്നുപോയി. അത് ഇന്നെന്നെ ഒരു ഉമ്മ വിളിച്ച് പറഞ്ഞതാ, ഞാൻ കളവ് പറയല്ല.
അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ നാവ് കൊണ്ട് സംസാരിക്കുമ്പോ വളരെ സംസാരിക്കും, വളരെ ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്തത് പറയണോ? നമുക്ക് ആ സമയത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൂടെ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൂടെ? പടച്ചവനോട് സ്വർഗം ചോദിച്ചുകൂടെ? അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, ഏറ്റവും വലിയ കാരുണ്യം ചെയ്യുന്ന അല്ലാഹ് എനിക്ക് കാരുണ്യം തരണേ, റബ്ബിനോട് ചോദിച്ചുകൂടെ? അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ, എന്റെ പാപങ്ങളൊക്കെ എനിക്ക് പുറത്തു തരണേ, റബ്ബിനോട് ചോദിച്ചുകൂടെ? അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ, റബ്ബിനോട് പ്രാർത്ഥിച്ചുകൂടെ? നമുക്ക് സ്വലാത്ത് ചൊല്ലിക്കൂടെ? ഖുർആൻ ഓതിക്കൂടെ? ദിക്ർ ചൊല്ലിക്കൂടെ? നമ്മളെല്ലാം യാത്രയിലല്ലയോ? ഈ യാത്രക്കിടയിൽ മറ്റൊരുത്തനെ സ്വീപ്പാക്കാൻ നിൽക്കണോ? വേറെ ഒരാളോട് കളവ് പറയാൻ നിൽക്കണോ? വേറെ ഒരാളോട് വാക്ക് ലംഘിക്കണോ? വേറെ ഒരാളോട് അനാവശ്യം പറയണോ? പോകുന്ന സ്ഥലത്തേക്ക് പരമാവധി സമ്പാദിക്കാൻ ഖൈറായത് മാത്രം ചിന്തിക്കുകയും ഖൈറായത് മാത്രം സംസാരിക്കുകയും ചെയ്തുകൊണ്ട് നമുക്കൊന്ന് നമ്മുടെ നോമ്പ് രക്ഷപ്പെടുത്തിക്കൂടെ? ജീവിതം രക്ഷപ്പെടുത്തിക്കൂടെ? അതിനു വേണ്ടി ചിന്തിക്കണം. എന്നീ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഇതുപോലെ സുബ്ഹാനല്ലാഹ് നമ്മുടെ പെൺകുട്ടികള്, നമ്മുടെ വനിതാ കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികള്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പഠിക്കുന്ന പെൺകുട്ടികള് ഹിജാബും ധരിച്ചിട്ട് പോകുമ്പോ ആ ഹിജാബിനെ പരിഹസിക്കുന്നവരുണ്ട്. ഒരു പക്ഷേ ഇവന്റെ ഭാര്യ അത് ധരിക്കുന്നുണ്ടാകില്ല, അവന്റെ മകള് ധരിക്കുന്നുണ്ടാകില്ല. അവൻ ഇതിനെ പരിഹസിക്കുമ്പോൾ ആലോചിക്കണം, അവൻ അല്ലാഹുവിന്റെ ദീനിലെ ഒരു നല്ല നടപടിയെ അവൻ പരിഹസിക്കുകയാണ്. അല്ലാഹു തആല അവന് നാവ് കൊടുത്തത് ദീനിന്റെ ചിട്ടകളെ പരിഹസിക്കാനല്ല, കളിയാക്കാനല്ല. അതേ സമയത്ത് എത്ര സുഖമുണ്ട്, എന്റെ ഭാര്യയും ഇതിട്ടെങ്കിൽ എത്ര നന്നായിരുന്നു, വേറെയുള്ള ആളുകൾ അവളെ മുഖം കാണൂലായിരുന്നല്ലോ, അവൾക്കും ഇതിനൊരു മനസ്സുണ്ടാകട്ടെ എന്നൊരു പ്രാർത്ഥന നടത്തിയാൽ ഈ പെൺകുട്ടിക്ക് എന്തൊരു പ്രോത്സാഹനമാണ്, ഹിജാബ് ധരിക്കുന്നവർക്ക് എന്തൊരു പ്രോത്സാഹനമാണ്. നമ്മുടെ നാവ് നല്ലതിന് വേണ്ടിയല്ലാതെ നമ്മൾ സംസാരിക്കരുതല്ലോ. ലാ ഖൈറ ഫീഹി കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ് വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർളാത്തില്ലാഹി ഫസൗഫ നൂതീഹി അജ്റൻ അളീമാ. പലരുടെയും സംസാരത്തിൽ ഖൈറില്ല. ഖൈറുള്ള സംസാരം ഏതാണ്? ഇല്ലാ മൻ അമറ ബിസദഖ, ധർമ്മം ചെയ്യണമെന്ന് പറയുന്ന സംസാരം, അത് നല്ല സംസാരമാണ്. നമ്മുടെ വീട്ടിന്റെ അടുത്തൊരു ചെറിയ നിസ്കാരപ്പള്ളി ഉണ്ട്. ആ നിസ്കാരപ്പള്ളിയിൽ ഇന്ന് ദുഹുർക്ക് കുറച്ച് പാവപ്പെട്ടവർ വന്നിട്ടുണ്ട്, അല്ലെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വന്നിട്ടുണ്ട്. അവര് റമദാനായപ്പോ അവരുടെ കടങ്ങളൊക്കെ വീട്ടാ, പെരുന്നാളിന് നല്ല കുപ്പായവും തുണിയൊക്കെ വാങ്ങാം. ചിലപ്പോ പാവപ്പെട്ട വീട്ടില് പെരുന്നാളിന്റെ മുമ്പ് ഭക്ഷണം കഴിക്കാൻ തന്നെ വകുപ്പില്ല. അപ്പൊ ഉമ്മാക്കും ബാപ്പാക്കും ഒക്കെ എത്തിച്ചു കൊടുക്കുക. ബാപ്പ രോഗത്ത് കിടക്കുകയാണ്, അല്ലെങ്കിൽ ബാപ്പ മരിച്ചുപോയതാണ്, അല്ലെങ്കിൽ ബാപ്പക്ക് ഒരുപാട് മക്കളുണ്ട്, ബാപ്പാന്റെ ജോലി കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു മുതഅല്ലിം വന്നതാ, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവൻ വന്നതാ. അത് കണ്ടപ്പോ അവിടെയുള്ളൊരു മാന്യനായ മനുഷ്യൻ, ഒരുപക്ഷെ കമ്മിറ്റിയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഖജാൻജിയോ അല്ലെങ്കിൽ വേറെ ഒരു മാന്യനായ മനുഷ്യനോ, അതേ ഒരു പ്രദേശത്താകുമ്പോൾ ആ പ്രദേശത്തുള്ള അത് കൈകാര്യം ചെയ്യുന്നവരുടെ അനുമതിയോടുകൂടി, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നവരിൽ ഒരാള് അല്ലെങ്കിൽ രണ്ടാള് അദ്ദേഹത്തിന് വേണ്ടി ധർമ്മം ചെയ്യാൻ എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ ആൾക്കാരെല്ലാം കേസ് കൊടുത്തു. അത് ഞാനൊരു പിരിവെടുക്കുന്നവൻ എന്ന ഒരു അഹങ്കാരം മനസ്സിൽ തോന്നാതെ, ഞാനാണ് ആളുകൾക്കൊക്കെ പൈസ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന ഹുങ്ക് തോന്നാതെ, ഞാനൊരു വലിയവനാണെന്ന് തോന്നാതെ, ഇതൊരു ഇബാദത്താണ്,
ഇതൊരു സൽക്കർമ്മമാണ്. ധർമ്മം ചെയ്യാൻ പറയുന്നത് ഒരു വലിയ സൽക്കർമ്മമാണ്. ആ പാവപ്പെട്ടവൻ ചോദിച്ചാൽ കിട്ടൂല, ഞാൻ ചോദിച്ചാൽ ആളുകളൊക്കെ തരും. അത് ശരിക്കും അദ്ദേഹത്തെ കുറിച്ച് പഠിച്ച് അദ്ദേഹത്തിന്റെ ആവശ്യം ഗ്രഹിച്ച് അദ്ദേഹത്തിന് അതിന് ഫലം ലഭിക്കുന്ന വിധത്തിൽ ഒരു സംഖ്യ ഉണ്ടാക്കി കൊടുത്താൽ, അതുപോലെ നമ്മുടെ നാട്ടിൽ വീടില്ലാതെ വിഷമിക്കുന്നവര്, പെൺകുട്ടികളെ വിവാഹത്തിന് ബുദ്ധിമുട്ടുന്നവര്, അതുപോലെ രോഗത്തിന് ചികിത്സിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവര്, വലിയ കടത്തിലായിട്ട് ടെൻഷനോടെ ജീവിക്കുന്നവര്, അങ്ങനെ ആരുണ്ടോ അവരെ ശരിക്ക് പഠിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി സ്വകാര്യത്തിൽ ആരെയും പറഞ്ഞറിയിക്കാതെ അവരുടെ കുടുംബ മഹിമ നഷ്ടപ്പെടുത്താതെ തറവാട്ടുകാരനായ അദ്ദേഹത്തിനൊരു പിരിവെടുത്തു എന്ന് വരുത്തി തീർക്കാതെ ആരും അറിയാതെ കഴിവുള്ളവരോട് സ്വകാര്യത്തിൽ സംഘടിപ്പിച്ച് ആരും അറിയാതെ ഒരു സഹായം സംഘടിപ്പിച്ചു കൊടുത്താൽ ചെയ്യുന്ന ധർമ്മം, ചെയ്യുന്ന കർമ്മം അത് വലിയ പുണ്യമുള്ളതാണ്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. ഇതുപോലെ നല്ല കാര്യങ്ങൾ